നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. KSEB തലപ്പാറ സെക്ഷന്റെ കീഴിൽ രൂക്ഷമായി അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി വള്ളിക്കുന്ന് മണ്ഡലം MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. തലപ്പാറ സെക്ഷന്റെ കീഴിലുള്ള ഉള്ളണം, കൂരിയാട്, ചേളാരി ഫീഡറുകളിൽ ഓവർലോഡ് കാരണം വിവിധ പ്രദേശങ്ങളിലെ ട്രാൻസ്ഫോമറുകളിൽ വൈദ്യുതി ഓഫ് ചെയ്യുന്നത് മൂലം നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി വരികയും പല ദിവസങ്ങളിലും ജീവനക്കാരുമായി സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് MLA യോഗം വിളിച്ചുകൂട്ടിയത്. വൈദ്യുതിയുടെ അമിത ഉപയോഗം കാരണം ഓവർലോഡ് വരുമ്പോൾ വിവിധ ഫീഡറുകളിലെ ട്രാൻസ്ഫോമറുകൾ മുന്നറിയിപ്പില്ലാതെ ഓഫ് ചെയ്യുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇനി മുതൽ തലപ്പാറ സെക്ഷന്റെ പരിധിയിൽ വരുന്ന വിവിധ ഫീഡറുകളിൽ വൈദ്യുതി ഓഫ് ചെയ്യുന്ന സമയം ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുവാനും അനന്തമായി ഓഫ് ചെയ്തിടുന്ന രീതി ഒഴിവാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഇതുപ്രകാരം ഓരോ ദിവസവും ഓരോ ഫീഡറിൽ വൈദ്യുതി ഓഫ് ചെയ്യുന്ന സമയവും ഓൺ ചെയ്യുന്ന സമയവും മുൻകൂട്ടി സെക്ഷൻ ഓഫീസിൽ നിന്നും പൊതുജനങ്ങളെ അറിയിക്കുന്നതാണ്. കൂടാതെ തലപ്പാറ സെക്ഷനിൽ ഒരു സബ്സ്റ്റേഷൻ തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി ഉണ്ടാക്കുകയും അടിയന്തരമായി സ്ഥലം കണ്ടെത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. KSEB ജീവനക്കാർ പൊതുജനങ്ങളുമായി നല്ല രീതിയിൽ പെരുമാറണമെന്നും ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾ KSEB ജീവനക്കാർക്ക് പൂർണ്ണ സഹകരണം നൽകണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ഈ മൂന്നീര് പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ ഭാഗത്തും വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കൊടക്കാട്ട് പ്രദേശം, നമ്മൾ ചേളാരി, പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തുടർച്ചയായി വിദ്യുച്ഛക്തി തടസ്സം ഉണ്ടാവുകയാണ്. വോൾട്ടേജ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിത്യേന എന്നോണം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നമ്മുടെ ആൾക്കാർ അവരുടെ ആവശ്യങ്ങളുമായിട്ട് വോൾട്ടേജ് ഇമ്പ്രൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സം ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരാതികൾ MLA നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ ഈ വിദ്യുച്ഛക്തി തടസ്സം, അതുമായി ബന്ധപ്പെട്ട് വോൾട്ടേജ് പരിഹരിക്കാൻ സാധിക്കാത്തതിലുള്ള പ്രയാസങ്ങളൊക്കെ അവിടെ ഓരോന്നായി നിരത്തി സംസാരിച്ചു. ഇലക്ട്രിസിറ്റി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി CE അടക്കം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് നിലവിലുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ പരിപാടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് തലപ്പാറ കേന്ദ്രീകരിച്ചിരുന്ന ഒരു സബ്സ്റ്റേഷൻ വേണം. ആ സബ്സ്റ്റേഷൻ ആവശ്യമായിട്ട് 1 ഏക്കർ സ്ഥലം വേണം നമുക്ക് സബ്സ്റ്റേഷൻ. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിദ്യുച്ഛക്തി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഇത് എന്നേക്കുമായി നമുക്കിതിന് പരിഹാരം കാണാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജുമായി ക്ഷാമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി തടസ്സമൊന്നും ഒരിക്കലും അനുഭവപ്പെടാൻ സാധ്യതയില്ല. സ്ഥലം അടിയന്തരമായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു സബ് കമ്മിറ്റി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലത്തെ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളും വെച്ചൊരു സബ് കമ്മിറ്റിക്കും ഫോം ചെയ്തിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്ന് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ് കമ്മിറ്റിയുടെ യോഗം തന്നെ ഇന്ന് തന്നെ അടിയന്തരമായി ഇവിടെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലുള്ള പരിമിതിക്കകത്തു നിന്നുകൊണ്ടുള്ള പരിഹാര മാർഗങ്ങൾ ഇലക്ട്രിസിറ്റി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ MLA വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൽ, ജനപ്രതിനിധികളുടെ വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മീറ്റിങ്ങിലൊക്കെ തന്നെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ വരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ അത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫലപ്രദമായിട്ടൊരു മീറ്റിംഗാണ് ഇന്ന്
ഇവിടെ ഇലക്ട്രിസിറ്റി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട MLA വിളിച്ചു ചേർത്തത് അതിൻ്റെ ഗുണഫലം തീർച്ചയായിട്ടും ഇവിടുത്തെ കൺസ്യൂമേഴ്സിനുണ്ടാവും എന്നാണ് പ്രതീക്ഷ. എല്ലാവരും ഈ വിഷയത്തിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായ കെ കലാം മാസ്റ്റർ, മൂന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി, തെഞ്ഞിപ്പാലം പഞ്ചായത്ത് പ്രസിഡന്റ് T വിജിത്ത്, മറ്റു ജനപ്രതിനിധികളായ അനീഫ അച്ചാട്ടിൽ, CP സുബൈദ, ജാസ്മിൻ മുനീർ, KSEB ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹൈദർ അലി, തിരൂരങ്ങാടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OP വേലായുധൻ, തിരൂരങ്ങാടി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റൈഹാനത്ത, തലപ്പാറ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുദീപ് ജെ, തലപ്പാറ സെക്ഷൻ സബ് എഞ്ചിനീയർ ജീന, തിരൂരങ്ങാടി സബ് ഡിവിഷൻ സബ് എഞ്ചിനീയർ രമേശ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VP സൈതലവി എന്ന കുഞ്ഞാപ്പു, NM അൻവർ, K മൊയ്തീൻകുട്ടി, മത്തായി യോഹന്നാൻ, അഡ്വക്കേറ്റ് CP മുസ്തഫ, ഷുക്കൂർ, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.